ഹായ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല ഒരു ഹെർബൽ ടീയുടെ റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് ഒരു ജലദോഷമോ ചുമയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ല ഒരു ചായയാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ദിവസം ഒരു 2-3 പ്രാവശ്യം വെച്ച് ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ജലദോഷവും ചുമയൊക്കെ മാറിക്കിട്ടും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് തുളസിയാണ്. ഇത് ഓപ്ഷണലാണ്. തുളസി ഉണ്ടെങ്കിൽ തുളസി ഒരു 5-6 ഇതൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചുക്ക് പൊടി ഉണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് കറുകപ്പട്ട ഒരു ചെറിയ പീസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പനങ്കൽക്കണ്ടമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പഞ്ചസാരയൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യണതായിരിക്കും നല്ലത് കേട്ടോ ഇതൊക്കെ കഴിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ പനങ്കൽക്കണ്ട ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പനങ്കൽക്കണ്ട ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ഈ ചായ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഹണി തേനായാലും ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് നല്ല പോലെ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കപ്പിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഹെർബൽ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പനങ്കൽക്കണ്ടം ചേർത്തിട്ടില്ലെങ്കിൽ ഈ സമയം നമുക്ക് അവസാനമായിട്ട് ഹണി തേൻ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഇഫക്റ്റീവായിട്ടുള്ള ഒരു ടീ ആണ്. അപ്പോൾ നല്ല ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.